ഹലോ മുത്തുമണികളെ, ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചൂടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അമ്മാതിരി ചൂടാണ്. അപ്പൊ നിങ്ങളെയൊക്കെ നാട്ടിൽ എങ്ങനെയുണ്ട് ചൂട്? ഇപ്പൊ ഞാന് ഇന്ന് എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കുറെ കാര്യങ്ങൾ, കുറെ അധികം ആളുകൾക്ക് ചില സംശയങ്ങളുണ്ട്. അപ്പൊ ആ ഒരു സംശയ നിവാരണത്തിനും പിന്നെ ഞാൻ ഇതുപോലെ എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് പറയാറുണ്ടല്ലോ. അപ്പൊ ആ വ്യക്തി രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതില് ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വിട്ടുപോയ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും അങ്ങനെ 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 എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെയൊക്കെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വണ്ണം എന്റെ വണ്ണത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. അതായത് ഭയങ്കര ചൂട്, ഇവിടുത്തെ ഫാനാണെങ്കിൽ വർക്കാവുന്നുമില്ല. ഞാൻ എന്റെ മാരേജിന്റെ സമയത്ത് 65 കിലോ വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു. അപ്പൊ ഈ 65 കിലോ വെയിറ്റ് ഉള്ള സമയത്താണ് എന്റെ മാരേജ് നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷത്തിനകത്ത് തന്നെ, ഒരു വർഷമായപ്പോ തന്നെ എനിക്കൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായപ്പോ എന്റെ ശരീരത്തിൽ വലിയ ഹോർമോൺ വ്യത്യാസങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് എന്റെ മോൾക്ക് 2 വയസ്സുള്ളപ്പോ ഞാൻ വീണ്ടും ഒരു കുട്ടീനെ കൂടി പ്രസവിച്ചു. ആ കുട്ടിക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എന്റെ ശരീരത്തിൽ സാരമായ ഒരു ഹോർമോൺ വ്യതിയാനം ഉണ്ടായപ്പോ ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം കുറഞ്ഞു പോയി. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ഒരു കാലയളവിൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുഞ്ഞിന് വൈകല്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് കിഡ്നി രണ്ടും ഫെയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞ് ജനിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് ഒരു കുട്ടി ഉണ്ടായിട്ട് പോലും, നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടി എനിക്ക് ഉണ്ടായിട്ട് പോലും ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയി പോയ ഒരു അവസ്ഥയായിരുന്നു. അപ്പം അത് എന്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുകയും എനിക്ക് പച്ചവെള്ളം പോലും കുടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ എനിക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കാറ്റഴിച്ചു വിട്ട ബലൂണ് പോലെ അങ്ങോട്ട് വണ്ണം കുറയുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പോഴും എനിക്ക് 65 കിലോ വെയിറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്റെ മൂന്നാമത്തെ മോളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോ ഒരു സാമാന്യം ഇത്തിരി ഒരു മനുഷ്യ ശരീരത്തിൽ വേണ്ടുന്ന ഒരു വണ്ണം എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ നന്നായി എന്ന് എന്നെ പറയാം. ഈ നന്നാവാൻ ചില റീസണുകളുണ്ട്. അതായത് ഞാൻ പിന്നെ ഇറച്ചി കഴിക്കുന്ന ഒരാളല്ല. ചിക്കൻ എന്നെ കഷ്ടപ്പെട്ടിട്ടൊക്കെ അങ്ങനെ കഴിക്കും. മീന് കഴിക്കാത്ത ഒരാളാണ്. അപ്പം എന്റെ ഹസ്ബൻഡ് എപ്പോഴും എന്നെ കൊണ്ടുപോയി, ഞാൻ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു ടൈമിൽ എന്നെ കൊണ്ടുപോയിട്ട് മട്ടൺ സൂപ്പ് വാങ്ങിച്ചു തരുമായിരുന്നു. ഞങ്ങളിപ്പോ താമസിക്കുന്ന സ്ഥലത്താണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പൊ അവിടെ നിന്ന് മട്ടൺ സൂപ്പ് വാങ്ങിച്ചു തരുമായിരുന്നു. ആദ്യമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് മട്ടൺ സൂപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ആണ്, സൂപ്പാണെന്ന് മാത്രമേ പറയുള്ളൂ. ഞാൻ കഴിക്കാത്ത ഒരു സാധനമാണ് മട്ടൺ. പിന്നെ ഞാൻ തൊട പോലും ചെയ്യാത്ത ഒരു സാധനമാണ് ഈ സൂപ്പ്. പക്ഷെ ആദ്യം ഞാൻ കുടിക്കുമെങ്കിലും ഛർദിച്ച് കളയും കേട്ടോ. അതിന്റെ സ്മെല്ല് എനിക്ക് പിടിക്കില്ല. അപ്പൊ ഇദ്ദേഹം തന്നെ അതിൽ കുറെ കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് നല്ല ഇതാക്കി തരുമെങ്കിലും മട്ടന്റെ സൂപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര സ്മെല്ലാണ്. അപ്പം ഞാൻ കുടിക്കില്ല. ഞാൻ ഛർദിക്കും, ഇദ്ദേഹം വാങ്ങിച്ചു തരും. ഞാൻ ഛർദിക്കും, ഇദ്ദേഹം വാങ്ങിച്ചു തരും. അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഒരു അന്നം കഴിക്കാനില്ലാത്ത വീട്ടിലുള്ള ഒരു കുട്ടിയാണ്. എന്റെ അമ്മ മാത്രമേ ഉള്ളൂ, കൂലിപ്പണി എടുക്കുന്ന ഒരു അമ്മ. പിന്നെ ഭക്ഷണത്തിനൊക്കെ ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരു കാലമായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിലും എനിക്ക് അത്യാവശ്യം 65 കിലോ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു, അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ആള് തന്നെയാണ്. എന്റെ ഫാമിലി പിന്നെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്താലും എന്റെ വല്യമ്മ, കുഞ്ഞമ്മ ഒക്കെ എല്ലാവർക്കും വണ്ണമുള്ള ആളാണ്. എന്റെ അമ്മയ്ക്കാണ് കുറച്ച് വണ്ണം കുറവായിട്ടുള്ളത്. പക്ഷെ എന്റെ അമ്മയും എപ്പോഴും പറയും, എന്റെ അമ്മയുടെ കല്യാണത്തിന് മുമ്പ് ഭയങ്കര വണ്ണമായിരുന്നു. ഈ വണ്ണം കാരണം എന്റെ അമ്മ ഭയങ്കരമായിട്ട് കരയും. ഇങ്ങനെ ഒരു വണ്ണം ഉണ്ടല്ലോ എനിക്ക് എന്ന് ആലോചിച്ചിട്ട് കരയും അത്രേ. അതൊക്കെ എന്റെ അമ്മ പറഞ്ഞു തന്ന കഥകളാണ് കേട്ടോ. അപ്പൊ എന്റെ ഫാമിലി പരമായിട്ട് എടുത്താലും
നല്ല വണ്ണമുള്ള ആളുകളുള്ള എന്റെ വല്യമ്മ, കുഞ്ഞമ്മ, എന്റെ അമ്മമ്മ നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പൊ പാരമ്പര്യം, വണ്ണത്തിന് ചിലപ്പോൾ പാരമ്പര്യവും കാണും. പാരമ്പര്യമായിട്ട് വണ്ണമുള്ള ആളുകൾക്ക് വണ്ണം ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാനിത് എന്തിനാണ് പറയണതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു മദാമ്മ ഭയങ്കര ദീനിയാണ്. പിന്നെ ഒരാളെ നിരന്തരമായി ഞാൻ വേട്ടയാടുന്നത് അവർ കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ വയ്യാതെ അവർ ഇന്നലെയോ ഞാൻ എങ്ങാണ്ട് ഒരു വീഡിയോ ഇട്ടു. അതിൽ ആ പുള്ളിക്കാരി പറഞ്ഞേക്കുന്നത്, ഞാൻ പച്ച ഇറച്ചി കഴിച്ചു ഭയങ്കര വണ്ണമായി എന്നാണ്. സത്യത്തില് എന്റെ 4ാമത്തെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുമ്പോൾ തൈറോയിഡ് ടെസ്റ്റ് എടുത്തപ്പോൾ അപ്പോഴാണ് അറിയുന്നത് എന്റെ ശരീരത്തിൽ തൈറോയിഡിന്റെ അളവ് വളരെ കുറവാണ് എന്നുള്ളത്. അപ്പൊ ഈ തൈറോയിഡിന്റെ ഗുളിക അന്ന് മുതൽ ഡോക്ടർമാര് തരും. പക്ഷെ എനിക്ക് എന്റെ എന്തോ മാനസിക പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഗുളികയുടെ സ്മെല്ല് കേൾക്കുമ്പോൾ ഛർദിക്കുന്ന ഒരു ടെൻഡൻസി എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഗുളിക കഴിക്കൽ പറ്റില്ല. എന്താണ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ അസുഖം വരുന്ന ഒരാളല്ല. എനിക്കൊരു പനി പോലും വരുന്ന ഒരാളല്ല. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലും ജലദോഷമോ ചുമയോ വരുമെന്നല്ലാതെ അതിന് പോലും ഞാൻ മരുന്ന് കഴിക്കാറുമില്ല, ഹോസ്പിറ്റലിൽ പോകാറുമില്ല. എന്തെങ്കിലും നാടൻ മരുന്നൊക്കെ കഴിച്ചിട്ട് നാടൻ ഇങ്ങനെ ഈ നഗരയിലയും തുളസിയും കൂടി ഇട്ട് വെള്ളം ചൂടാക്കി അങ്ങനെ കുടിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളത്. ചെറിയ നിസ്സാര വിഷയങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു പരിപാടി പണ്ടേ എന്റെ അമ്മ ശീലിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ രോഗപ്രതിരോധ ശക്തി ശരീരത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. എനിക്ക് രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് തന്നെ ആന്റിബയോട്ടിക് പ്രൊഡ്യൂസായി അതങ്ങനെ പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ആശുപത്രി പോകലില്ല. ആശുപത്രി പോയതെന്ന് പറയുന്ന പ്രസവത്തിനാണ്. അപ്പോഴും അവര് തന്ന ഗുളികകൾ ഇങ്ങനെ ഞാൻ വാങ്ങിച്ചു വെക്കും എന്നുള്ളത് കഴിക്കല് വളരെ കുറവാണ്. അപ്പൊ അതിന് ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പൊ എനിക്ക് തൈറോയിഡിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു ഞാൻ 6ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വളരെ കുറവാണ്, ഭയങ്കര കുറവാണ്. 200 mg ഒക്കെ ഗുളികയാണ് കഴിക്കുക എന്ന് പറഞ്ഞ് കഴിക്കാൻ എനിക്ക് തരുന്നത്. കാരണം അത്ര കുറവാണ് തൈറോയിഡ്. അപ്പോ തൈറോയിഡിന്റെ അളവ് കുറവായത് കൊണ്ടും എന്റെ ശരീരം ചീർക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്നത് ഞാൻ പച്ചയിറച്ചി തിന്നുന്നത് കൊണ്ടാണ് എനിക്ക് വണ്ണം വെക്കുന്നത്. പക്ഷെ എന്റെ 4ാമത്തെ പ്രസവം മുതൽ ഞാൻ വണ്ണം വെക്കുന്ന ഒരാളാണോ വെച്ചേ? 4ാമത്തെ പ്രസവം കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ നല്ല വണ്ണമുള്ള, സാമാന്യം വണ്ണമുള്ള 85 kg എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്റെ 4ാമത്തെ കുട്ടിയെ ഞാൻ പ്രസവിക്കുമ്പോൾ എനിക്ക് 85 kg എന്റെ വെയിറ്റ് ആണ്, എന്റെ ശരീര വെയിറ്റ് ആണ്. 6ാമത്തെ കുട്ടിയെ ഞാൻ പ്രസവിക്കുമ്പോൾ 90 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണ് ഞാൻ. ഇന്നും 90 കിലോ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പ്രസവിച്ചതിനേക്കാൾ കൂടുതൽ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് 91, 92, 93 ആ ഒരു റേഞ്ചിലാണ് എന്റെ വെയിറ്റ് ഉള്ളത്. പിന്നെ സാമാന്യം നല്ല ഭക്ഷണം തന്നെ. എന്റെ ഹസ്ബൻഡിന്റെ ഏറ്റവും നല്ല വീക്ക്നെസ് എന്ന് പറയുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം കുറച്ചേ കഴിക്കുകയുള്ളൂ. പക്ഷെ എന്നെ കല്യാണം കഴിച്ച കാലം മുതൽ അദ്ദേഹം എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം വാങ്ങി തരുന്ന ഒരാളാണ്. എവിടെ കൊണ്ടുപോയാലും എനിക്ക് നല്ല ഭക്ഷണം, അങ്ങേയറ്റം 5 സ്റ്റാർ ഹോട്ടലിൽ വരെ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ വയ്യാതിരിക്കുന്ന സമയത്ത് പോലും പിന്നെ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത്, എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തന്ന ഒരു മനുഷ്യൻ ഈ വയ്യാതായ സമയത്ത് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. ആ ആഗ്രഹം ഞാനും സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ ഹസ്ബൻഡ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഇന്ന് വരെ എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഞാൻ പണിയെടുത്തിട്ട് എനിക്ക് വയറ് നിറയ്ക്കേണ്ടുന്ന ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും എന്റെ ഹസ്ബൻഡ് എന്റെ ലൈഫിൽ വന്നതിന് ശേഷം എനിക്ക് ഒരിക്കലും പട്ടിണി എന്ത് എന്നറിയാനായിട്ട് ഒരവസരം എന്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി
ഞാൻ യൂട്യൂബിൽ വരാൻ തുടങ്ങിയതിന് ശേഷം വന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു 1.5 വർഷം കണ്ടായി. ഈ 1.5 വർഷത്തിനിടയിൽ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത്, എന്റെ ശരീര വെയിറ്റ് എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ തന്നെയാണ്. അതായത് 91, 92, 93, 95 kg വരെ ചാടും മുകളിലോട്ട് പോവും, ചാടും മുകളിലോട്ട് പോവും. ആ ഒരു kgയിലാണ് നിൽക്കുന്നത്. അതായത് ഓൾറെഡി എനിക്ക് 95 കിലോ 93 കിലോ വെയിറ്റ് ഉണ്ട്. ഇപ്പോഴും ഞാൻ ആ വെയിറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തുദ്ദേശത്തിലാണ് മദാമ്മ ഞാൻ പച്ചയിറച്ചി തിന്ന് ഭയങ്കര വെയിറ്റ് ആണ് എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ സ്നേഹമാണ് എന്റെ ശരീരത്തിൽ നിങ്ങൾ കാണുന്ന ചത. ഇതിനുശേഷം ഒരുപാട് തവണ പിന്നെ വണ്ണം കുറയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണത്തിന്റെ സമയത്ത് 65 കിലോ വെയിറ്റ് ആണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ. ആ ഒരു സമയത്തുള്ള എന്റെ കോലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയും, നിങ്ങളിങ്ങനെ വണ്ണം വെച്ചിരുന്നാലേ കൊള്ളാവൂ. അപ്പൊ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ അദ്ദേഹത്തോട് പങ്കുവെക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, വെയിറ്റ് കുറച്ചാൽ നിന്റെ മുഖം ചുളുങ്ങും, ഒട്ടും, അപ്പൊ നീ കുരങ്ങു പോലാവും, വേണ്ട, വണ്ണത്തിൽ തന്നെ ഇരുന്നോ, എനിക്കല്ലേ, ഞാനല്ലേ കാണുന്നത്, എനിക്കില്ലാത്ത പ്രശ്നം നിനക്ക് എന്തിന് എന്നുള്ളതാണ്, ഈ കാണുന്നവർക്ക് എന്തിന് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഇപ്പോ നിലവില് ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. അത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ ശരീരത്തില് വെയിറ്റ് കൂടുന്നത് കൊണ്ടാണോ എന്തോ എനിക്കൊരു അമിതമായ ഒരു കിതപ്പ് എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിതച്ച് സംസാരിക്കുന്ന എന്റെ വീഡിയോസിലുണ്ട്. ഈ ഒരു കിതപ്പ് എന്നെ പിടികൂടിയപ്പോ ഞാൻ ഒരിത്തിരി ഭയം എനിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ വയ്യാതായി കഴിഞ്ഞാൽ എന്റെ ഫാമിലി മൊത്തത്തിൽ അവതാളത്തിലാകും. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അനാവശ്യമായ ഒരു കിതപ്പ് എന്റെ ശരീരത്തെ പിടികൂടിയിട്ടുണ്ട്, ഞാനൊന്ന് ജിമ്മിൽ പോട്ടെ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം എന്നെ ജിമ്മിൽ കൊണ്ടുവന്ന് ആക്കുന്നത്. അപ്പൊ ജിമ്മിൽ പോകുന്നതും വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല, എന്റെ ആ ഒരു കിതപ്പ് കുറയ്ക്കാനാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഒരു കിതപ്പ് ഇല്ല. ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും, കിതപ്പില്ല, കിതപ്പ് മാറിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞാൻ ജിമ്മിൽ പോക്ക് നിർത്തൂല. അപ്പൊ അതാണ് കാര്യം. പിന്നെ ചില ആളുകൾക്ക് എന്റെ പല്ലാണ് വിഷയം. എന്റെ പല്ലെന്ന് പറയുന്നത്, ഇത് ശരിക്കും ഞാൻ കമ്പിയിട്ട് ഇത്രമേലാക്കിയതാണ്. എന്റെ കല്യാണത്തിന്റെയൊക്കെ സമയത്ത് നല്ല ഉന്തിയിട്ടാണ് എന്റെ പല്ലുള്ളത്. ഈ ഒരു ടൈമിലാണ് എന്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത്. ഈ ഒരു പല്ല് എന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഭർത്താവിന് എന്റെ ശരീരത്തിൽ ഈ ഒരു പിന്നെ പല്ല് ഒരു തടസ്സമായിട്ട് ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട്, എന്റെ വണ്ണമോ എന്റെ സൗന്ദര്യമില്ലായ്മയോ എന്റെ ശരീരത്തിലെ കറുപ്പോ പിന്നെ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇന്ന് വരെയും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഭർത്താവിന് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ശേഷം ഞാൻ എന്നെ പറഞ്ഞിട്ട് എന്റെ പല്ല് ഒന്ന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ക്ലിപ്പ് ഇട്ടിട്ട് പിന്നെ ക്ലിപ്പ് ഇട്ടിട്ടാണോ എന്നറിയാൻ പാടില്ല, എന്റെ 2 പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 വെപ്പ് പല്ലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. വെപ്പ് പല്ല് മനസ്സിലാവുന്നുണ്ടല്ലോ, 2 വെപ്പ് പല്ല് ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ 2 പല്ല് ഇളകിപ്പോയതിനു ശേഷം ചെറിയ ഉണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല, നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ പല്ല് എന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള വിഷയങ്ങളും എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ വരുത്തിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആർക്കെങ്കിലും അലോസരം തോന്നുന്നതിന് അവരുടെ ഇഷ്ടത്തിന് എന്റെ സൗന്ദര്യം മാറ്റേണ്ടുന്ന കാര്യം എനിക്കില്ല. എന്റെ കൂടെ ജീവിക്കുന്ന എന്റെ ഭർത്താവിനാണ് എന്റെ സൗന്ദര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടതും അത് നിവർത്തീകരിക്കേണ്ടതും. പിന്നെ ജന്മന നമുക്കൊരു കോലം പടച്ച റബ്ബ് തന്നിട്ടുണ്ട്. അതിനും അപ്പുറം പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് മുഖം മിനുക്കുന്നത് മുസ്ലിങ്ങൾക്ക് ഹറാമാണ് എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ അതാണ്. അപ്പൊ ആ 2 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയുള്ളത് എന്ന് പറയുന്നത്, ഒരു പുള്ളിക്കാരിത്തി 2-3 ദിവസത്തിന് മുമ്പ് ഒരു ഷോർട്സ് ഇട്ട, ആ ഷോർട്സ് ഇപ്പൊ കാണുന്നില്ല, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിന്റെ മക്കളുടെ കാര്യം നീ പോയി നോക്കടി, എന്റെ മോളുടെ കാര്യം നീ നോക്കണ്ടടി, എന്റെ മോൾക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലടി, എന്റെ മോള് സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആണടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ഭയങ്കരമായിട്ട് എന്തൊക്കെ പൊക്കി പറയുന്നുണ്ടായിരുന്നു. ഈ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞ
ആ കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മയുടെയും അവരുടെ ബാപ്പമാരുടെയൊക്കെ ഹിസ്റ്ററി പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും. ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറയുന്നത്. രണ്ട്, ഈ കുട്ടിക്ക് മറ്റൊരു ക്വാളിറ്റി ഉണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാപ്പമാരുള്ള കുട്ടി എന്നുള്ള ഒരു ബഹുമതി ആ കുട്ടിക്കുണ്ട്. അപ്പോ നമ്മളും കൂടിയാണ് നമ്മുടെ മക്കൾക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് വെറുതെ കൊണ്ട് കൊടുത്താൽ പോരാ. നമ്മുടെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണെന്നും അവര് പൊതുവില് പുറത്തിറങ്ങിയാൽ അവരൊരുപാട് സുഹൃത്തുക്കളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതാണെന്നും അവരുടെ വിദ്യാഭ്യാസം, അവർ പോകുന്ന സ്ഥലത്തെ പിന്നെ ആളുകൾ തുടങ്ങിയിട്ട് ഒരുപാട് പേരുമായിട്ട് അവർ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ തല ഉയർത്തി പിടിച്ചു നിൽക്കാൻ നമ്മളെ മക്കൾക്ക് സാധിക്കുന്ന സമയത്താണ് നമ്മൾ അവർക്ക് നല്ലൊരു പാരന്റ് ആകുന്നതും അവര് ഈ സമൂഹത്തിന് നല്ലൊരു കുട്ടികളാകുന്നതും. അപ്പോ ഇപ്പൊ ഭയങ്കര പൊക്കി പറഞ്ഞ മോളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വാപ്പ എന്ന് വിളിച്ച ക്വാളിറ്റി കൂടി ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് പറയാൻ വിട്ടുപോയതാണെങ്കിൽ ഞാൻ പൂരിപ്പിച്ചു തരാം. ഇനി പറയാനുള്ളത് എന്ന് പറയുന്നത് കുട്ടിയെ സ്കൂള് മാറ്റുന്നു, അത് കുട്ടിയുടെ സുരക്ഷയെ ഓർത്താണ്. കുട്ടിക്ക് ക്യാൻറ്റീൻ ഉള്ള സ്കൂളാണ് നല്ലത്. ക്യാൻറ്റീൻ ഉള്ള സ്കൂളിനേക്കാൾ സർക്കാർ സ്കൂളുകളിൽ ശരിക്കും കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണവും വൈകുന്നേരം 4 മണിക്കത്തെ ഭക്ഷണവും സർക്കാർ സ്കൂളുകളിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളത് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ ടീച്ചർമാര് എന്ന് പറയുന്നത് ആർക്കും ഇപ്പൊ അവരവരുടെ കുട്ടികളുടെ സേഫ്റ്റി അവരവർക്ക് നോക്കാം. പക്ഷെ നമ്മുടെ സർക്കാർ സ്കൂളുകളെ ഇടിച്ചു താഴ്ത്തുന്ന ചില ആളുകളുണ്ട്. അവർക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. സർക്കാർ സ്കൂളുകളിലേക്ക് ഒരു ടീച്ചറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ 100 കണക്കിന് PSC എക്സാം എഴുതി അവിടെ നിന്ന് സെലക്ട് ആയ ആളുകളാണ്. അത് മാത്രമല്ല, ഒരു സർക്കാർ സ്കൂളിൽ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ സെലക്ട് ആവുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് സെലക്റ്റീവ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് സർക്കാർ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തത് കുട്ടികൾക്ക്, അതായത് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ എല്ലാം തന്നെ ഇപ്പോ പിന്നെ അവർക്ക് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു ഭക്ഷണമല്ല. ഇഡലി, സാമ്പാർ, ഉപ്പുമാവ്, പുട്ട്, കടലക്കറി, മുട്ടക്കറി അങ്ങനെ തുടങ്ങിയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് നൽകുന്നത് എന്നുള്ളത്. അതിന് നമ്മൾ ക്യാഷ് പോലും പേ ചെയ്യണ്ട. ഇത് മാത്രമല്ല, പക്ഷെ എന്റെ കുട്ടികൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ല കേട്ടോ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് കഴിച്ചുകൊണ്ട് പോകുന്ന ഭക്ഷണം തന്നെയാണ് അവർ കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഉച്ചയ്ക്ക് നല്ല രീതിയിലുള്ള പിന്നെ ചോറും അവിയലും രസവും സാമ്പാറും ഇതൊക്കെ കൂടി ചേർന്ന് ഓരോ ദിവസവും ഒരു ഒഴിച്ചുകറി, ഒരു തോരൻ, ഒരു കൂട്ടുകറി അങ്ങനെയാണ് കേട്ടാ. അപ്പൊ ആ ഒരു രീതിയിൽ ഉച്ചക്കത്തെ ഭക്ഷണവും സർക്കാർ സ്കൂളുകളിൽ ഫ്രീ ആണ്, ക്യാഷ് പേ ചെയ്യണ്ട. പിന്നെ അതുപോലെ തന്നെ 4 മണിക്ക് പാലും മുട്ടയും അവർക്കുണ്ട്. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് 1 രൂപ പോലും നമ്മൾ പേ ചെയ്യണ്ട എന്നുള്ളതാണ്. നല്ല വിദ്യാഭ്യാസവും നല്ല ആരോഗ്യമുള്ള ഒരു തലമുറയെയും വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ മുൻപന്തിയിലാണ് നിൽക്കുന്നത്. അപ്പോഴും ഈ ഒരു ഫെസിലിറ്റിയൊക്കെ സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് തരുന്ന ആനുകൂല്യങ്ങളാണ്. ഈ ആനുകൂല്യങ്ങളെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ട് എന്റെ മക്കള് മറ്റുള്ളവരുടെ പണം കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന പണം കൊണ്ട് വലിയ രീതിയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നതിന് ദുരാഗ്രഹം എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ ലൈവുകളില് ഭയങ്കരമായ പിന്നെ ഷെയർ ചാറ്റാ എന്തുവാടെ അത്, പിന്നെ ഇങ്ങനെ ക്യാഷ് ഇട്ട് കൊടുക്കുന്ന പരിപാടി, അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ട്. ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോട് 1 വർഷത്തിന് മുമ്പുള്ള ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവരുടെ വീട് വെച്ചതിന് ശേഷം
പിന്നെ ഇവര് കുറെ സ്വർണങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് എന്റെ മകൾക്ക് ഹദിയ തന്നതാണ്, ഇത് അവിടുത്തെ താത്ത ഹദിയ തന്നതാണ്, ഇവിടുത്തെ താത്ത ഹദിയ തന്നതാണ്. അതുപോലെ എന്റെ മോളെ പഠിപ്പിക്കുന്നത്, എന്റെ മോള് ഭയങ്കര ഹൈ ലെവലിൽ പഠിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ മോളെ പഠിപ്പിക്കുന്നത് ഖത്തറിലെ നേഴ്സായിട്ടുള്ള താത്തയാണ്, ഇപ്പുറത്ത് അങ്ങനെയുള്ള താത്തയാണ്. പിന്നെ ഒരുപാട് കാക്കമാര് എനിക്ക് എല്ലാ മാസവും 2000 രൂപ വെച്ച് ചെലവിന് തരുന്നുണ്ട്. തുടങ്ങി ഒരുപാട് പുഴുക്കൾ കളവുകൾ പറയാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് അറിയില്ലായിരിക്കും. ഇവരെ കുറെ കാലങ്ങളായി ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെയും തന്നെ പച്ചക്കളവായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവരുടെ പിന്നിൽ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആളുകളുണ്ട്. അതായത് ഇവര് തെണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ക്യാഷ് കൈക്കലാക്കുന്ന ഇത് പങ്കിട്ടെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇവർക്ക് ചുറ്റിനുമുണ്ട്. അപ്പൊ ഇത്തരക്കാര് പിന്നെ പല ഐഡികളിലൂടെ വന്ന് 20 രൂപ 50 രൂപയൊക്കെ ഷെയർ ചാറ്റ് ഇട്ട് കൊടുത്തുകൊണ്ട്, പിന്നെ ഷെയർ ചാറ്റ് അല്ലല്ലോ, എന്തുവാടേ അത്, ഞാൻ മറന്നുപോയി. പിന്നെ ആ സംഭവം ഇട്ട് കൊടുത്തുകൊണ്ട് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു അവസ്ഥ. പിന്നെ ഒരുപാട് പേര് ഞാൻ കണ്ടില്ല ഇവർക്ക് അങ്ങനെ എന്തോ ഷെയർ ചാറ്റൊക്കെ കിട്ടുന്നു എന്നുള്ളത്, ഇങ്ങനെ ആ പൈസ കിട്ടുന്നു എന്നുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിൽ ഒരുപാട് ആളുകൾ, ഇവരുടെ പിന്നിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരുത്തി തീർക്കുകയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇവര് മുമ്പ് പറഞ്ഞിരുന്ന കുറെ ഉമ്മമാരുണ്ട്. ഈ ഉമ്മമാര് പോലും ഇവരൊരു വിഷമം പറയുന്ന സമയത്ത് ഒരു 5 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാറില്ല. കാരണം അവർക്കൊക്കെ അറിയാം ഇവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് അവർക്കൊക്കെയും തന്നെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവരാരെയാണ് കബളിപ്പിക്കുന്നത്? പൊതുജനങ്ങളെയാണ് കബളിപ്പിക്കുന്നത്. അവരെ കബളിപ്പിക്കണമെങ്കിൽ ഇത്തരത്തിൽ, അതായത് എനിക്ക് ഇങ്ങനെ പൈസ കിട്ടുന്നുണ്ട്, ഇത്തരം ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, ഈ രീതിയിൽ എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, എന്റെ പ്രസവം എടുക്കാമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്, ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളെ ഇവർ ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഞാനും കൂടി ഇട്ട് കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ഈ ഒരു സ്ത്രീയുടെ വിജയം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ വീഴാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾക്ക് കൊള്ളാം. കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്ന പൈസ അത് നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ മക്കളും തിന്നാനുള്ളതാണെങ്കിൽ എവിടെ പോലത്തെ വെടി കുട്ടാട്ടികൾക്ക് തിന്നാനുള്ളതല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയം പിന്നെ ആരെങ്കിലും ക്യാഷ് കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് വസൂലാക്കാനുള്ള വകയും കണ്ടുവച്ചിരിക്കുന്ന ആളുകളാണ്. അതായത് എന്തായാലും സാരമില്ല, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളാണ്. കുടിക്കുക കളയുക എന്താ ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കാം. അത് അവരുടെ വിഷയമാണ്. കാരണം എന്ത് സംഭവിച്ചാലും ഇവളെ പോലൊരു കളവത്തിക്ക് പൈസ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പുണ്യവും കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. പിന്നെ കയ്യും കാലും ആരോഗ്യമുള്ള സ്ത്രീകൾ ജോലി ചെയ്ത് ജീവിക്കട്ടെന്ന്, ഇവർക്ക് ദേഹമനങ്ങാതെ ഇരുന്ന് തിന്നാനുള്ള വക കിട്ടുമ്പോഴാണ് അത് എല്ലിൻ്റെ ഇടയിൽ കയറുന്നതും, എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ മറ്റുള്ള സ്ത്രീകളുടെ ഭർത്താക്കന്മാരോട് കൗതുകം തോന്നുന്നതും. ഈ കൗതുകം ഒന്നും നിലനിൽക്കുന്നതല്ല എന്നുള്ളത് ഇവരുടെ ജീവിതത്തിൽ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവരുടെ ജീവിതത്തിൽ ആണുങ്ങളുമായിട്ട് ഇവർക്കൊരു മടുപ്പ് വരും. നമുക്കൊക്കെ അറിയാം, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ഒരുപാട് ക്ഷമിക്കുകയും ഒക്കെ ചെയ്യുന്നവർക്കാണ് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്. മനുഷ്യനാണ്, മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വളരെ പിന്നെ മനുഷ്യന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം മനുഷ്യ ശരീരത്തിൽ സ്മെല്ലുകൾ ഉണ്ടാകും. ആ സ്മെല്ലിനെ പോലും അപമാനിക്കുന്ന ഇവർ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ സ്വന്തം ഇണകൾക്ക് പോലും പരിഗണന കൊടുക്കാത്ത ഈ സ്ത്രീ, സ്വന്തം മക്കൾക്ക് പോലും പരിഗണന കൊടുക്കാത്ത, ഇവരിപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വന്തം മക്കളെ ഇവർ ഭയങ്കരമായിട്ട് നോക്കുന്നു. അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുമായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ പുരുഷന്മാരുടെ പിന്നാലെ ഇവർ പോകില്ലായിരുന്നു. ഏതൊരു പുരുഷന്റെ പിന്നാലെ പോകുമ്പോഴും തനിക്ക് മക്കളുണ്ട്, ആ മക്കൾ എത്രത്തോളം വേദനകൾ സഹിച്ചു എന്നുള്ളത് ഇവരുടെ വാ കൊണ്ട് തന്നെ ഇവർ തെളിയിച്ചിട്ടുണ്ട്. ഇവർ പോയിട്ടുള്ള ഭർത്താക്കന്മാരാൽ ഈ കുട്ടികൾ എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ ഇനിയും ഇതിന്റെ പിന്നാലെ പോകും. ഇവർക്ക് സുഖലോലുപതയിൽ വളരെ ക്രൈസ് ആണ് എന്നുള്ളത് നന്നായി മനസ്സിലാക്കിയ ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പൊ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മോളെ അറോറേ,
ഇത് പച്ച ഇറച്ചി തിന്നുണ്ടായ വണ്ണം അല്ല മോളെ, ഇതെന്റെ ഭർത്താവിന്റെ സ്നേഹത്തിൽ നിന്നുണ്ടായ വണ്ണമാണ്. ഓക്കെ,